ഹായ് ഫ്രണ്ട്സ്, ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും പ്രോഡക്റ്റ് നല്ല രീതിയിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റിനെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ മാത്രം ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ഓർഡേഴ്സ് ലഭ്യമാവുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം പ്രൊഡക്റ്റിനെ ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, അതിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടെ കാണിക്കുക. അതിലൂടെ ആളുകൾക്ക് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ആയിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ എടുക്കുന്ന വീഡിയോ നല്ല ക്ലാരിറ്റിയിലും നല്ല ബാക്ക്ഗ്രൗണ്ടിലും എടുക്കാൻ ശ്രമിക്കുക. ഐ കാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ മാത്രം തന്നെയാണ് ആളുകൾ അത് കാണുന്നതും. ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യാനും വീഡിയോസ് സ്റ്റാറ്റസ് വെക്കാനും മറക്കരുത്. എക്സാമ്പിൾ, ഒരു കുർത്തി ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒരേ കുർത്തിയുടെ ഫോട്ടോസും വീഡിയോസും മാത്രം ഇട്ടാൽ പോരാ. നിങ്ങൾ ആദ്യം സ്റ്റാറ്റസും പോസ്റ്റും ഒക്കെ ഇട്ട കുർത്തി തന്നെ സെയിൽ ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇടുകയുള്ളൂ എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ അത് നടക്കില്ല. ഡെയിലി നിങ്ങൾ ഡിഫറൻ്റായി ഇടുമ്പോൾ തന്നെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നതും. പതിയെ പതിയെ നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റിനും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കിട്ടുന്ന ഓർഡേഴ്സിന്റെ റിവ്യൂസ് എടുക്കാൻ മറക്കരുത് എന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, പലരും പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിന് ശേഷം അവരോട് അതിന്റെ റിവ്യൂ ചോദിച്ചിട്ട് അതും കൂടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടും. ഇങ്ങനെ നിങ്ങൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ട്രസ്റ്റ് ആയിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയാണ് എല്ലാവരും ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണിത്. ഒരുപാട് ഫ്രോഡും ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് ലഭ്യമാവുകയുള്ളൂ. അടുത്തതായി, നമ്മുടെ പോസ്റ്റും വീഡിയോസും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകൾ കൂടുതൽ സമയം ഫോൺ കാണുന്ന സമയത്തായിരിക്കണം നമ്മൾ പോസ്റ്റും വീഡിയോസും ഇടേണ്ടത്. അതായത് ഏർലി മോർണിംഗിലും ലേറ്റ് നൈറ്റിലുമൊന്നും നമുക്ക് അധികം വ്യൂസ് കിട്ടില്ല. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും നമ്മൾ പോസ്റ്റ് ചെയ്താൽ ആരും കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൃത്യത പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോസ് ചെയ്യുന്നതുമൊക്കെ ഒരു കൃത്യ സമയത്ത് തന്നെയായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് നമുക്ക് ലഭ്യമാവും. നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി, ഫോട്ടോയുടെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. കാരണം കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസുമായിരിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല രീതിയിലായിരിക്കണം നമ്മളിടുന്ന പ്രോഡക്റ്റിന്റെ കണ്ടന്റ്. കാരണം അതിന്റെ ശരിയായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തന്നെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പറയരുത്. സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് ഒരു ഡ്രസ്സാണെങ്കിൽ വെയർ ചെയ്ത് കാണിക്കണം. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനും മറ്റെല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ അതിനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യരുത്. ആളുകളെ ബോറടിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മളുടെ സംസാരം. കാരണം ഇന്നെല്ലാവരും വളരെ ബിസിയാണ്. എന്തെങ്കിലും കാണുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന ടെൻഡൻസിയാണ് ആളുകൾക്ക് ഇന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് തന്നെ വേണം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് മാർക്കറ്റ് ട്രെൻഡിലാണോ നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം ആളുകൾ ട്രെൻഡിനനുസരിച്ച് വളരുന്നവരാണ്. നാം നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആളുകൾ അത് വാങ്ങിക്കണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനും ഇപ്പോഴത്തെ ട്രെൻഡിനും അനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോൾ ട്രെൻഡിനെ കുറിച്ച് നല്ല ബോധ്യം നമുക്കും വേണം. ട്രെൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ചേഞ്ചസ് നമുക്ക് വരുത്തണം. ട്രെൻഡ് അറിയാൻ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ യൂസ് ചെയ്താൽ മനസ്സിലാവും. എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംതിങ് ഡിഫറൻ്റ് ആയിരിക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോവാൻ സാധ്യമല്ല. നിങ്ങൾ എടുക്കുന്ന വീഡിയോസിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വീഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ തന്നെ വെയർ ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഒരു മാനിക്യൂൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രസ്സ് വെയർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. പല ആംഗിളുകളിലും വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസും ഒരേ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കരുത്. അത് മടുപ്പുളവാക്കുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ സ്റ്റൈലും ചേഞ്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുത്തതുകൊണ്ട് മാത്രമാവില്ല, നിങ്ങളുടെ എഡിറ്റിങ്ങിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ചില വീഡിയോകൾ നമുക്ക് സ്ലോ ആയിട്ടായിരിക്കും ഭംഗിയുണ്ടാവുക. എന്നാൽ ചിലതിൽ നല്ല സ്പീഡ് കൊടുത്തിരിക്കണം.
നിങ്ങൾക്ക് തുടക്കത്തിലെ ഇതെല്ലാം മനസ്സിലാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാം മനസ്സിലാവും. എല്ലാവരും എല്ലാം മനസ്സിലായിട്ടല്ല ഇതിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഓരോ അനുഭവങ്ങളും നമ്മുടെ പാഠങ്ങളായിരിക്കണം. ആ പാഠങ്ങളെ ഉൾക്കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും. നല്ലൊരു വിജയം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ വിജയമുണ്ടാവും. പക്ഷേ പരിശ്രമം നമ്മൾ കൈവിടരുത്. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.